നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിനെതിരെ വൻ അഴിമതി ആരോപണം. സംഘത്തെ ഭരണസമിതി 1,40,00,000 രൂപയുടെ കടക്കിണിയിലാക്കിയതാരോപിച്ച് കർഷക സംഘം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാടും നഗരവും ഓണാഘോഷത്തിലേക്ക് നീങ്ങുവാൻ ഇനി നാളുകൾ മാത്രം. അടിയറയിൽ ആവേശത്തിന്റെ പടയൊരുക്കവുമായി പുലിക്കളി കുമ്മാട്ടി സംഘങ്ങൾ. KSRTC ഇന്നു മുതൽ കൊറിയർ സർവീസുകൾ നിർത്തി. സർവീസ് മോശമെന്ന വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ബൈപ്പാസിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടും സർവീസ് റോഡ് നിർമ്മാണത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 13 ഓണപരീക്ഷ തുടങ്ങും. ഓണപരീക്ഷ 20 അവസാനിക്കും. അവധിക്ക് ശേഷം 31 സ്കൂളുകൾ തുറക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത മാസം 6-നും 7-നും രാത്രി ദർശന നിയന്ത്രണമുണ്ടാകും. ശുദ്ധി ശ്രീഭൂതബലി ചടങ്ങുകൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുറ്റിപ്പുറത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിൽ ബസ് സഞ്ചരിച്ചത് 100 കിലോമീറ്റർ ഏറെ വേഗത്തിലെന്ന വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ഗതാഗത വകുപ്പിനെ സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിലെ വിവിധ പദവികളിലേക്ക് തന്റെ പേര് ബന്ധപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്നും VM സുധീരൻ. പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് പച്ചക്കറികൾ കയറ്റി വന്ന ചരക്ക് ലോറി കാനയിലേക്ക് ചെരിഞ്ഞു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കാനകൾക്ക് സ്ലാബില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ കയറി SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് എളവള്ളി ലോക്കൽ കമ്മിറ്റി പ്രകടനം നടത്തി. വാഗയിൽ നടന്ന പ്രതിഷേധ പ്രകടനം മണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയുടെ നടീൽ ഉദ്ഘാടനം കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KB ജയൻ നിർവഹിച്ചു. പ്രസിഡന്റ് PB അനൂപ് അധ്യക്ഷത വഹിച്ചു. പെരുവിലാവ് കടവല്ലൂർ പഞ്ചായത്തിലെ ജീവനക്കാരനായ PS സാജിത്ത കെട്ടിട നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകൻ ഷാജി കോയാലിപ്പറമ്പിൽ ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തി. തട്ടിപ്പിനെ കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, ഭരണസമിതി പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മായന്നൂർ കുത്താമ്പുള്ളി പാലത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സംരക്ഷണ വേലി തകർത്ത് തൊട്ടടുത്ത പറമ്പിലേക്ക് ഇടിച്ചു കയറി. ചേലക്കര സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചുമട്ടുതൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CITU ഔദ്യോഗിക മുഖപത്രമായ സന്ദേശം വാർഷിക വരിസംഖ്യ ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം MN മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ചികിത്സാ വിദഗ്ധൻ KK അംബുജാക്ഷന്റെ പേരിൽ ഏർപ്പെടുത്തിയ 6ാമത് സ്മൃതി പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകൻ P രാമൻകുട്ടിക്ക് സമ്മാനിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖില കേരള വള്ളംകളി മത്സരം ഓഗസ്റ്റ് 9 സംഘടിപ്പിക്കും. കനോലി കനാലിൽ നടക്കുന്ന വള്ളംകളിയുടെ സംഘാടക സമിതി ഓഫീസ് തിരക്കഥാകൃത്ത് PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കുമരനെല്ലൂർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി. പ്രൊഫസർ AK ശാന്ത, തുളസി കൃഷ്ണകുമാർ, KP ഗോപാലകൃഷ്ണൻ, P രാജൻ തുടങ്ങിയവർ പാരായണത്തിന് നേതൃത്വം നൽകി. തോളൂർ ഇടവകയിൽ വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന നേർച്ചയൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ഫാദർ ജോസ് കോരിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കായംകുളത്ത് നടന്ന SSF സാഹിത്യോത്സവിൽ മത്സരിച്ച 4 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി ചാവക്കാട് സ്വദേശി ഇർഫാൻ. മാപ്പിളപ്പാട്ട്, മദ്ഹ് ഗാനം, ഉറുദു പദ്യം, ഗ്രൂപ്പ് സോങ് എന്നീ ഇനങ്ങളിലാണ് ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഇർഫാൻ നേട്ടം സ്വന്തമാക്കിയത്. കക്കാട് വാദ്യകലാക്ഷേത്രത്തിന്റെ വാർഷികവും പുരസ്കാര സമർപ്പണവും ഓഗസ്റ്റ് 9 നടക്കും. ഈ വർഷത്തെ കക്കാട് പുരസ്കാരത്തിന് അർഹനായ തിമല വിദ്വാൻ കരിയന്നൂർ നാരായണ നമ്പൂതിരിക്ക് കുന്നംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും.
കാണിപ്പയ്യൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാക്സി കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ന്യൂ റോബോട്ട്സും IAS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ന്യൂ റോബോട്ട്സ് ദേശീയതല ഹാക്കത്തോൺ ഓഗസ്റ്റ് 7-8 തീയതികളിൽ IAS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ നടക്കും. 4 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 5 ലക്ഷം രൂപയുടെ സമ്മാന തുകയാണ് വിജയികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരള തേക്കിൻകാട് മൈതാനത്ത് ഒരുക്കിയ വൈദ്യുത ദീപാലങ്കാര മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവരെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ആദരിച്ചു. തൃശൂർ സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ചെയർമാൻ പോൾസൺ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ഒരുമനയൂർ മൂന്നാംകല്ലിൽ പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത പലഹാര നിർമ്മാണ കേന്ദ്രം പഞ്ചായത്ത് അധികൃതർ പൂട്ടി സീൽ ചെയ്തു. ഒരുമനയൂർ സ്വദേശിയായ മുസ്തഫയുടെ ഉടമസ്ഥയിലുള്ള അജുവ സ്നാക്സ് സമൂസ പലഹാര നിർമ്മാണ കേന്ദ്രമാണ് പൂട്ടിച്ചത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുബിത ജയരാജൻ അധ്യക്ഷയായി. 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ കയ്പമംഗലം പഞ്ചായത്ത് 10-ാം വാർഡ് ഗ്രാമസഭയിൽ പ്ലക്കാർഡും കുടങ്ങളുമായി എത്തി നാട്ടുകാരുടെ പ്രതിഷേധം. ചളിങ്ങാട്, താഴ്വാരം, IHDP ഉന്നതി, LBS ഉന്നതി, പുഴയോരം എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് പ്രതിഷേധമുയർത്തിയത്. എക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ മംഗള ദിനോപഹാര പദ്ധതിയിലേക്ക് ഭദ്ര മാടക്കായി തന്റെ പിറന്നാൾ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ധനസഹായം കൈമാറി. ബ്രാഞ്ച് പ്രസിഡന്റ് P. വിനു ധനസഹായം ഏറ്റുവാങ്ങി. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർമാരുടെ അഭിമുഖത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് LDF മെമ്പർമാർ പഞ്ചായത്ത് യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇന്റർവ്യൂ ബോർഡിൽ അംഗമായ ശുഭ അനിൽകുമാറിനെ ജൂലൈ 9 നടന്ന വാർഡ് 14 അഭിമുഖം രേഖാമൂലം അറിയിച്ചില്ലെന്ന് പ്രതിപക്ഷം. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ ആൽബം പ്രകാശനം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അലുമിനി എക്സിക്യൂട്ടീവ് അംഗവുമായ ജോഷി ഡേവിസ് ആൽബം പ്രകാശനം ചെയ്തു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പദയാത്ര ഞായറാഴ്ച നടക്കും. മാർ ബോസ്കോ പുത്തൂർ പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മ നൽകി വരുന്ന പിതൃസ്മൃതി പുരസ്കാരത്തിന് കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപിയെയും മാതൃസ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം സരസ്വതിയെയും തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 12 ഗുരുവായൂർ റിക്മിണി റീജൻസിയിൽ നടക്കുന്ന പിതൃസ്മൃതി സദസ്സിൽ ഗുരുവായൂർ ക്ഷേത്രതന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പീച്ചിയിലെ ഭൂചലനത്തിൽ വീടുകൾക്കുണ്ടായ വിള്ളലുകളുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റ് സംഘത്തിനോട് സ്ഥലം സന്ദർശിച്ച് വിശദമായ പരിശോധന നടത്തണമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. കാറിൽ കടത്തുകയായിരുന്ന 141 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ആലുവ സ്വദേശികളായ ടോംജിത്ത്, വിൻസെന്റ് എന്നിവരെയാണ് തൃശൂർ 3-ാം നമ്പർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു.